ഫൈറ്റർ ജെറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോഴെല്ലാം ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ പറക്കുന്ന ഒരു അസാമാന്യ യുദ്ധയന്ത്രത്തിന്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. യുദ്ധവിമാനങ്ങൾ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നവ മഹാലോക യുദ്ധങ്ങളുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ വളരെ വികസിതവും സങ്കീർണവുമാണ്. ഇപ്പോൾ റഡാറുകളിൽ നിന്നും കണ്ണുവെട്ടിക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ സജ്ജീകരിച്ചിരിക്കുന്ന സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങളുണ്ട്. ഫൈറ്റർ ജെറ്റുകൾ വില കുറഞ്ഞവയല്ല എന്ന് നിലവിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്ന ആധുനിക സെൻസറുകൾ, റഡാറുകൾ, ഇലക്ട്രോണിക് പോഡുകൾ, ജാമറുകൾ, ആയുധങ്ങൾ എന്നിവ വളരെ ചെലവേറിയതാണ്. ഇതുകൂടാതെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ എന്നിവ കൂടാതെ ഒരു യുദ്ധവിമാനത്തിന്റെ വിലയെ ആശ്രയിക്കുന്ന മറ്റ് നിരവധി ഘടകങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള എയറോസ്പേസ് പ്രേമികൾക്കിടയിൽ വളരെ സാധാരണമായ ഒരു ചോദ്യമാണ് 2024 ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ ഏതെല്ലാമാണെന്നത്. യുദ്ധവിമാനങ്ങളുടെ വില പരിഗണിക്കാതെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ പല വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച ഫലം നൽകുന്ന വിമാനം എന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ 2024 ലോകത്തിലെ ഏറ്റവും ചെലവേറിയ 10 യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. 10ാമതായി സാബ് JS-39 ഗ്രിപ്പൻ. സ്വീഡനിലെ സാബിൽ നിന്നുള്ള JS-39 ഗ്രിപ്പനെ നമുക്ക് വിവരിക്കാൻ കഴിയുന്നത് ചെറുതും അപകടകാരിയുമായ ഒരു യുദ്ധവിമാനമെന്നാണ്. ഡെൽറ്റ വിങ്, കനാഡ് കോൺഫിഗറേഷൻ ഡിസൈൻ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു 4ാം തലമുറ യുദ്ധവിമാനമാണിത്. ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് കൺട്രോളുകൾ, ആക്റ്റീവ് ഇലക്ട്രോണിക്സ്, സ്കാൻഡർ റഡാർ തുടങ്ങിയ നൂതന സവിശേഷതകളും ഈ യുദ്ധവിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. AIM-9 സൈഡ് വിൻഡർ, MBDA മീറ്റിയോർ തുടങ്ങിയ അത്യാധുനിക മിസൈലുകളും സാബ് ഗ്രിപ്പനിൽ ഘടിപ്പിക്കാൻ കഴിയും. നമ്മൾ ചിലവിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഗ്രിപ്പന്റെ വില ഏകദേശം 40 മുതൽ 45 ദശലക്ഷം ഡോളറാണ്. നിലവിൽ സാബ് JS-39 ഗ്രിപ്പൻ സ്വീഡൻ എയർഫോഴ്സ്, ദക്ഷിണാഫ്രിക്കൻ എയർഫോഴ്സ്, ബ്രസീലിയൻ എയർഫോഴ്സ്, ചെക്ക് എയർഫോഴ്സ് എന്നിവയുടെ ഭാഗമാണ്. 9ാമതായി LCA തേജസ് MK-1A. LCA തേജസിന്റെ MK-1A വേരിയന്റ് ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മലേഷ്യൻ എയർഫോഴ്സ്, അർജന്റീനിയൻ എയർഫോഴ്സ് തുടങ്ങിയ ലോകത്തിലെ വിവിധ വ്യോമസേനകൾക്ക് HAL ഇതിനോടകം തന്നെ ഇവയെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യൻ വ്യോമസേന ഇതിനോടകം തന്നെ 83 LCA തേജസ് MK-1Aകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. ഡെൽറ്റ വിങ് ഡിസൈനിനെ അടിസ്ഥാനമാക്കിയുള്ള തേജസ് MK-1A യുദ്ധവിമാനത്തെ പലപ്പോഴും ലോകത്തിലെ ഏറ്റവും ചെറിയ യുദ്ധവിമാനമായി കണക്കാക്കപ്പെടുന്നു. ഈ വിമാനത്തിന്റെ കോൺഫിഗറേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു സിംഗിൾ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ ഇവയിൽ AESA റഡാറും സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ അസ്ത്ര MK-1, അസ്ത്ര MK-2, ഡർബി മിസൈൽ, പൈതോൺ 5, R-73 എന്നീ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്ന ഈ യുദ്ധവിമാനം ലൈറ്റ് യുദ്ധവിമാനങ്ങളിൽ തന്നെ ഏറ്റവും മാരകമാണെന്ന് കരുതപ്പെടുന്നു. തേജസ് MK-1യുടെ പ്രതീക്ഷിക്കുന്ന വില ഏകദേശം $43 മില്യൺ എന്നത് ഈ വിമാനത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. 8ാമതായി JF-17 തണ്ടർ. പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയിലെ ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷനും സംയുക്തമായി വികസിപ്പിച്ച മൾട്ടി റോൾ കോമ്പാറ്റ് ഫൈറ്റർ ജെറ്റാണ് JF-17 തണ്ടർ. മ്യാൻമാർ എയർഫോഴ്സ്, നൈജീരിയ എയർഫോഴ്സ്, പാകിസ്ഥാൻ എയർഫോഴ്സ് എന്നിവയുൾപ്പെടെ നിരവധി വ്യോമസേനകൾ ഇതിനോടകം തന്നെ JF-17 തണ്ടർ ഉപയോഗിക്കുന്നു. ചൈന ഈ വിമാനത്തിന്റെ കോ ഡെവലപ്പർ ആണെങ്കിലും അത് സ്വന്തം എയർഫോഴ്സിനായി ഉപയോഗിക്കുന്നില്ല എന്നത് ഈ വിമാനത്തിന്റെ കഴിവുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. JF-17 തണ്ടറിന്റെ ഏറ്റവും പുതിയ വേരിയന്റ്, അതായത് JF-17 ബ്ലോക്ക് 3 അത്യാധുനിക ഏവിയോണിക്സിലേക്കും ആയുധങ്ങളിലേക്കും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. ഈ വിമാനത്തിന്റെ വിലയായി ഉയർത്തിക്കാട്ടുന്നത് ഏകദേശം $45 മില്യൺ. 7ാമതായി സുഖോയി Su-35. സുഖോയി ഡിസൈൻ ബ്യൂറോയുടെ പ്രശസ്തമായ ഫ്ലാങ്കർ സീരീസ് ഫൈറ്റർ ജെറ്റുകളുടെ ഏറ്റവും പുതിയ വേരിയന്റാണ് സുഖോയി 35. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ്, റഷ്യൻ എയർഫോഴ്സ്, ഈജിപ്ഷ്യൻ എയർഫോഴ്സ്, ഇന്തോനേഷ്യൻ എയർഫോഴ്സ് എന്നിവയാണ് സുഖോയി 35ന്റെ പ്രാഥമിക ഉപയോക്താക്കൾ. ഈ വിമാനം ഇതേ നിർമ്മാതാക്കൾ തന്നെ വികസിപ്പിച്ചെടുത്ത സുഖോയി 27 യുദ്ധവിമാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. ഇന്ത്യൻ എയർഫോഴ്സും സമാനമായ വിമാനം, അതായത് സുഖോയി 30 MKI ഏവിയോണിക്സിലും ആയുധങ്ങളിലും ചില വ്യത്യസ്തതയോടെ ഉപയോഗിച്ചു പോരുന്നു. ഏകദേശം $65 ദശലക്ഷം വില വരുന്ന സുഖോയി 35 ഒരു 4.5 തലമുറ യുദ്ധവിമാനമായി ലേബൽ ചെയ്തിരിക്കുന്നു. 6ാമതായി F-18 സൂപ്പർ ഹോർണറ്റ്. F-18 സൂപ്പർ ഹോർണറ്റ് എന്നത് നമ്മുടെ പട്ടികയിലെ ഏറ്റവും വൈവിധ്യമാർന്ന വിമാനങ്ങളിലൊന്നാണ്.
രണ്ട് ജനറൽ ഇലക്ട്രിക് F414G400 ടർബോ ഫാനുകളാൽ പ്രവർത്തിക്കുന്ന ഈ ജെറ്റിന് മാക് 1.6ന്റെ വേഗതയിൽ പറക്കാൻ കഴിയും. പല വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കാരിയർ മൾട്ടിറോൾ ഫൈറ്ററാണ് സൂപ്പർ ഹോർണറ്റ്. ഈ ജെറ്റ് മക്ഡൊണാൾഡ് ഡഗ്ലസ് F-18 ഹോർണറ്റിന്റെ പുതുക്കിയ പതിപ്പാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി, റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ്, കുവൈറ്റ് എയർഫോഴ്സ് എന്നിവയാണ് ഈ വിമാനം പ്രാഥമികമായി ഉപയോഗിച്ചു പോരുന്നത്. AIM-9 സൈഡ് വിൻഡർ, AIM-120 അംറാം, AIM-9 സ്പാരോ എന്നിവ സംയോജിപ്പിച്ചിരിക്കുന്ന ഈ വിമാനത്തിന്റെ പ്രഹരശേഷി മാരകമാണെന്ന് പറയപ്പെടുന്നു. നമ്മൾ വിലയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ F-18 സൂപ്പർ ഹോർണറ്റിന്റെ വില ഏകദേശം $79.8 ദശലക്ഷം ആണ്. അഞ്ചാമതായി യൂറോഫൈറ്റർ ടൈഫൂൺ. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് ദൗത്യങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യൂറോഫൈറ്റർ ടൈഫൂൺ ഒരു ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ്. എയർബസ്, BAE സിസ്റ്റംസ്, ലിയാനാർഡോ എന്നിവയുടെ കൺസോർഷ്യമായ നിരവധി യൂറോപ്യൻ ഏജൻസികളുടെ സംയുക്ത വികസനത്തിന്റെ ഫലമാണ് ഈ വിമാനം. 2011 ലിബിയയിലെ സൈനിക ഇടപെടലിനിടെ വ്യോമ നിരീക്ഷണവും ഗ്രൗണ്ട് സ്ട്രൈക്ക് ദൗത്യങ്ങളും നടത്തിയ യൂറോഫൈറ്റർ ടൈഫോൺ ഇതിനോടകം തന്നെ യുദ്ധങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ MMRC മത്സരത്തിന്റെ ഫൈനലിസ്റ്റുകളിൽ ഒന്നുകൂടിയാണ് യൂറോഫൈറ്റർ ടൈഫോൺ. റോയൽ എയർഫോഴ്സ്, ജർമ്മൻ എയർഫോഴ്സ്, ഇറ്റാലിയൻ എയർഫോഴ്സ്, സ്പാനിഷ് എയർഫോഴ്സ് എന്നിവർ ഈ വിമാനത്തെ നിലവിൽ ഉപയോഗിച്ചു പോരുന്നു. AIM-120 അംറാം, MBDA മീറ്റിയോർ, AIM-132 അസ്രാം, AIM-9 സൈഡ് വിൻഡർ എന്നീ മാരക മിസൈലുകൾ വഹിക്കുന്ന ഈ വിമാനത്തിന്റെ വില ഏകദേശം $105 മില്യൺ ആണ്. നാലാമതായി ദസോ റഫാൽ. ഈ ഗ്രഹത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ രാജ്യങ്ങളിൽ ഒന്നിൽ വികസിപ്പിച്ചെടുത്ത ദസോ റഫാൽ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധവിമാനങ്ങളിലൊന്നാണ്. ഈ ഇരട്ട എഞ്ചിൻ ജെറ്റിന് കനാഡ് ഡെൽറ്റ വിംഗ് ഡിസൈനാണുള്ളത്. 1980കളിൽ ദസോ ഏവിയേഷൻ വികസിപ്പിച്ച മിറാഷ് 2000 യുദ്ധവിമാനത്തിന്റെ പിൻഗാമിയായാണ് റഫാൽ അറിയപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ റഫാലിന്റെ വില വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതായത് ഫ്രഞ്ച് എയർഫോഴ്സ് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവയെ വാങ്ങുമ്പോൾ ഇന്ത്യൻ വ്യോമസേന ഈ ജെറ്റുകളുടെ തികച്ചും വിവാദപരമായ ഒരു കരാറിലാണ് സ്വന്തമാക്കിയത്. എന്നിരുന്നാലും ദസോയുടെ റഫാൽ വിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ വിമാനങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഫ്രഞ്ച് വ്യോമസേന, ഇന്ത്യൻ വ്യോമസേന, ഈജിപ്ഷ്യൻ വ്യോമസേന, ഖത്തർ വ്യോമസേന എന്നിവർ ഉപയോഗിക്കുന്ന ഈ വിമാനങ്ങളിൽ അതീവ അപകടകാരികളായ MBDA മീറ്റിയോർ, MBDA മിക്ക, മാജിക് 2 എന്നീ മിസൈലുകൾ സംയോജിപ്പിച്ചിരിക്കുന്നു. ഏകദേശം $108 മില്യൺ റഫാൽ യുദ്ധവിമാനത്തിന്റെ വിലയായി കണക്കാക്കപ്പെടുന്നത്. മൂന്നാമതായി ചെങ്ഡു J-20. ചെങ്ഡു എയ്റോസ്പേസ് കോർപ്പറേഷന്റെ J-20 ഫൈറ്റർ ജെറ്റ് മൈറ്റി ഡ്രാഗൺ എന്ന പേരിലും അറിയപ്പെടുന്നു. ചെങ്ഡു എയ്റോസ്പേസ് ഈ യുദ്ധവിമാനത്തെ F-22, F-35 എന്നിവയ്ക്ക് ശേഷം മൂന്നാമത്തെ പ്രവർത്തനക്ഷമമായ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനമായി ലേബൽ ചെയ്യുന്നു. ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ 5ാം തലമുറ യുദ്ധവിമാനം കൂടിയാണിത്. എന്നിരുന്നാലും ഇന്ത്യൻ വ്യോമസേനയുടെ മുൻ മേധാവി വിമാനത്തെ വിമർശിക്കുകയും കനാഡുകൾ ഉള്ളതിനാലും സൂപ്പർ ക്രൂയിസ് ചെയ്യാനുള്ള കഴിവില്ലാത്തതിനാലും ഇവയെ ശരിയായ 5ാം തലമുറ യുദ്ധവിമാനം എന്ന് ലേബൽ ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്തു. എന്നിരുന്നാലും J-20 വളരെ ചെലവേറിയതും ലോകത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തായി നിൽക്കുകയും ചെയ്യുന്നു. അതായത് ഈ വിമാനത്തിന് ഏകദേശം $110 മില്യൺ വിലയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി ലോക്ഹീഡ് മാർട്ടിൻ F-35C ലൈറ്റ്നിംഗ് II. ലോക്ഹീഡ് മാർട്ടിൻ F-35C ലൈറ്റ്നിംഗ് II സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള സിംഗിൾ സീറ്റർ, സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ്. ഈ അത്ഭുതകരമായ വിമാനത്തിന്റെ പ്രാഥമിക നിർമ്മാതാവ് ലോക്ഹീഡ് മാർട്ടിൻ ആണെങ്കിലും നോർത്ത്റോപ്പ് ഗ്രൂമാൻ, ബേസ് സിസ്റ്റംസ് തുടങ്ങിയ മറ്റ് പല കമ്പനികളുടെ സഹായവും F-35C വികസിപ്പിക്കുന്നതിന് ഉപയോഗിച്ചു പോരുന്നു. യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, കാനഡ, ഇറ്റലി, നോർവേ, ഡെൻമാർക്ക്, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ യുദ്ധവിമാനത്തിന്റെ വികസനത്തിനുള്ള ധനസഹായം ലഭിക്കുന്നത്. നിലവിൽ അമേരിക്ക, ഇസ്രായേൽ, ജപ്പാൻ, UAE തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഈ വിമാനത്തെ പ്രവർത്തിപ്പിക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഈ ജെറ്റിന്റെ വില ഏകദേശം $121 മില്യൺ ആണ്. ഒന്നാമതായി F-22 റാപ്റ്റർ. 2024 ലോകത്തിലെ ഏറ്റവും ചെലവേറിയതും സവിശേഷവുമായ യുദ്ധവിമാനമാണ് F-22 റാപ്റ്റർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒഴികെ മറ്റൊരു രാജ്യവും നിലവിൽ ഈ യുദ്ധവിമാനം ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന് F-22 വാഗ്ദാനം ചെയ്യുന്ന വായുമികവ് സമാനതകളില്ലാത്തതാണ്. 2 എഞ്ചിനുകളാൽ പ്രവർത്തിക്കുന്ന F-22 റാപ്റ്റർ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമെന്നും അറിയപ്പെടുന്നു. അതിനാൽ ഈ ജെറ്റിന്റെ സ്റ്റെൽത്ത് ടെക്നോളജിയും ക്ലാസിഫൈഡ് ഫീച്ചറുകളും സംരക്ഷിക്കുന്നതിനായി അമേരിക്കൻ ഫെഡറൽ നിയമപ്രകാരം കയറ്റുമതി നിരോധിച്ചിരിക്കുന്നു.
നിലവിൽ ഒരു രാജ്യങ്ങൾക്കും വാങ്ങാൻ കഴിയാത്ത ഈ വിമാനത്തിന്റെ വില ഏകദേശം $152 മില്യൺ ആണ്.